നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് CPM-നെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് മലയാള മനോരമയെക്കുറിച്ച് കാലാകാലങ്ങളായി നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയാള മനോരമയുടെ ജോലി ചെയ്യും, CPM-ന്റെ ജോലി ചെയ്യും. അതവിടെ ഇരിക്കും. മാധ്യമങ്ങളുടെ പണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല. അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നമല്ല. ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാം. മാധ്യമ ലോകത്ത് നിന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത്. മലയാള മനോരമയാണ് അതിന്റെ ആണിക്കല്ല്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. കെ മാത്യുവിന്റെ 8ാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാത്യുവിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ വിഷന് വേണ്ടിയിട്ട്. അതിനകത്ത് മാമൻ മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ മൂത്ത മകനായ, അതായത് മാമൻ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട KM ചെറിയാനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയമെന്ന്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് സർവനാശത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അതും പോട്ടെ, കെ മാത്യു എങ്ങനെയാണ് എഡിറ്റോറിയൽ വിഭാവനം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് ദോഷകരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഇതിനെതിരായിട്ടുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തണമെന്ന്. പുസ്തകത്തിലുള്ള വാചകങ്ങളാണല്ലോ, മാമൻ മാപ്പിള പറഞ്ഞതാണല്ലോ, KM ചെറിയാനോട് പങ്കുവെച്ചതാണല്ലോ, കെ മാത്യു അത് സ്ഥിരീകരിച്ചതാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. ഞാൻ അതല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ആണിക്കലാണ് മലയാള മനോരമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് നേരത്തെ ഓമനക്കുട്ടന്റെ കാര്യം പറഞ്ഞു. ആ മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ, ഒരു CPM-കാരനെ കിട്ടി 20 ഉറുപ്പ്യക്കാണെങ്കിൽ 20 ഉറുപ്പ്യക്ക് എന്ന് പറയുന്ന ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി 2 വട്ടം പിരിച്ചു. 2 വട്ടം 138 ചലഞ്ച്, 139 ചലഞ്ച്. 1 ഉറുപ്പ്യ ട്രഷറിയിൽ വന്നോ? 1 ഉറുപ്പ്യ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോ? ഈ ഡിസംബറിൽ ടൗൺഷിപ്പ് വരാൻ പോവാണ് സംസ്ഥാന സർക്കാരിന്റെ. അപ്പോൾ 20 ഉറുപ്പ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടന്റെ കാര്യത്തിനകത്ത് ജാഗ്രത. അതേസമയം കോടികൾ അടിച്ച് പുട്ടിടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം. അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊന്നും മാധ്യമ പ്രവർത്തനത്തിന് വിമർശിക്കണമെന്ന് വിചാരിച്ച ആളല്ല, മനോരമയും വിമർശിക്കണം എന്നാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ കൊണ്ടുതരുമ്പോൾ പിന്നെ അങ്ങോട്ടും കൊടുക്കണമല്ലോ. മലയാള മനോരമ, എനിക്ക് ആ പുസ്തകം എന്നാൽ ഞാനിപ്പോൾ എന്റെ ഫോണിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ. വളരെ വ്യക്തതയോടുകൂടി ആരാ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ സ്ഥാപകൻ, അതിന് പിന്നീട് പത്രം ഏൽപ്പിച്ച ആള്, പിന്നീട് പത്രം മുന്നോട്ട് കൊണ്ടുപോയി പ്രൊഫഷണലായി ആ പത്രത്തെ നയിച്ച ആള്, വളരെ വ്യക്തതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പറഞ്ഞതല്ല, എഴുതി വെച്ചിരിക്കുകയാണ്. സുചിന്തിതമായ അഭിപ്രായം എന്നാണ് ശ്രീ KM മാത്യു 8ാമത്തെ മോതിരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമാക്കുന്നത്.